നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ വിധി 11 മണിക്ക് ശേഷമുണ്ടാവും. നടൻ ദിലീപ് ഉൾപ്പെടെ 10 പ്രതികളുള്ള കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറയുന്നത്. പൾസർ സുനിയാണ് ഒന്നാം പ്രതി. കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഇനി കാത്തിരിക്കുന്നത് ശിക്ഷയാണ്. ഏത് തരത്തിലുള്ള ശിക്ഷ? ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കേസുകളിൽ ബലാത്സംഗം, അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുക, കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുക, അശ്ലീല ഉള്ളടക്കമുള്ള കണ്ടന്റ് പ്രചരിപ്പിക്കൽ ഒക്കെ അങ്ങനെ നിരവധി കേസുകളാണ്. ഈ കേസുകളിലൊക്കെ എത്രത്തോളം ശിക്ഷ ലഭിക്കാം എന്ന് തന്നെയാണ് വരും നിമിഷങ്ങളിൽ, ഇനി മണിക്കൂറൊന്നും പറയാനില്ല, വരും നിമിഷങ്ങളിൽ മാധ്യമലോകം ചർച്ച ചെയ്യുന്നത്, ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഈ കേസ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ വിധി പറയുക മാത്രമാണ് ഈ കോടതിക്ക് മുന്നിലുള്ളത്. അങ്ങനെയെങ്കിൽ എത്രത്തോളം ഇവർക്ക് പരമാവധി എത്രത്തോളം ശിക്ഷ ലഭിക്കാൻ കഴിയും? നിയമപരമായി എങ്ങനെ നമുക്കതിനെ കാണാം? രാജേഷ്, ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് ആദ്യത്തെ 6 പ്രതികളാണ്. അവർക്കെതിരെ സംഘം ചേരൽ, ഈ ബലാത്സംഗത്തിൻ്റെ വിവിധ വകുപ്പുകൾ, ബലാത്സംഗവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ, ഗൂഢാലോചന കുറ്റം, IT ആക്ടിലെ ഈ ദൃശ്യങ്ങൾ പകർത്തിയതുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വിവിധ വകുപ്പുകൾ, ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തൽ, തട്ടിക്കൊണ്ടുപോകൽ, ഇതൊക്കെയാണ് ഈ 6 പ്രതികൾക്കെതിരെയും ചുമത്തിയിട്ടുള്ളത്. അതിനുശേഷമുള്ള പ്രതികൾക്കെതിരെ ദിലീപ് അടക്കമുള്ള ആളുകൾക്ക്, ദിലീപിനെതിരെയും ബലാത്സംഗത്തിൻ്റെ വകുപ്പുകളുണ്ട്. ഒപ്പം അത് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഈ ബലാത്സംഗം ചെയ്യാൻ ഗൂഢാലോചന നടത്തി എന്നതാണ് ദിലീപിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വകുപ്പ്. അത് മാത്രമല്ല, അതിനുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ സംരക്ഷിക്കൽ, ഒപ്പം തന്നെ IT ആക്ടിൽ, അതായത് ദൃശ്യങ്ങൾ പകർത്തുക, അത് പ്രചരിപ്പിക്കുക തുടങ്ങിയ IT ആക്ടിലെ വകുപ്പുകളടക്കം ദിലീപിനെതിരെയും ചുമത്തിയിട്ടുണ്ട്. ദിലീപ് അല്ലാതെ, ഈ ആദ്യത്തെ 6 പേരല്ലാതെ മറ്റുള്ളവർക്ക് എതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പ്, അത് ശരത്തുണ്ട്, അങ്ങനെ ഉള്ള ആളുകൾക്ക് എതിരെ ചുമത്തിയിരിക്കുന്നത് ഈ പ്രതികളെ സംരക്ഷിക്കുക, ഒപ്പം തന്നെ ഗൂഢാലോചനയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ. അതിൽ ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളുടെ ഒരു ഇത് എന്ന് പറയുന്നത് ഏതൊക്കെ വകുപ്പുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ ഏറ്റവും ആദ്യം ഉള്ളത് തന്നെ ഗൂഢാലോചനയാണ്. 120B ആണ് ക്രിമിനൽ ഗൂഢാലോചന. അതിന് ജീവപര്യന്തമോ 2 വർഷം, അതായത് അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ്. ഇതിൽ തെളിവുകളൊക്കെ നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ജീവപര്യന്തം വരെ കിട്ടാവുന്ന ഒരു തടവാണ്, വകുപ്പാണ്. അത് ആ കുറ്റകൃത്യം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അതിൻ്റെ ശിക്ഷാവിധിയിലേക്ക് വരിക. ഒപ്പം തന്നെ ബലാത്സംഗം, അതായത് ഈ 376D ഉണ്ട്, അത് കുറഞ്ഞത് 20 വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ്. 366 അത് 10 വർഷം വരെ തടവും പിഴയും, അത് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കലാണ്. ഒപ്പം തന്നെ 354 എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ, അത് 1 മുതൽ 5 വർഷം വരെ. 201 ഉണ്ട്, തെളിവ് നശിപ്പിക്കൽ 7 വർഷം വരെ. 204 ഉണ്ട്, ഇലക്ട്രിക് തെളിവ് നശിപ്പിക്കൽ. 109 ഉണ്ട്, ഈ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കൽ. അതിന് ഈ കുറ്റകൃത്യത്തിൻ്റെ അതേ ശിക്ഷ തന്നെയാണ് ഈ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കലിനുണ്ടാവുക. അപ്പം ഇങ്ങനെ നോക്കും. പിന്നെ IT ആക്ടിലെ 66E യും 67A ഉണ്ട്, അതും ഈ എല്ലാ പ്രതികൾക്കും എതിരെയുമുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി, ഇത് പൾസർ സുനിയാണ് ഈ കേസിൽ ഒന്നാം പ്രതി. പൾസർ സുനിക്ക് ലഭ്യമാകുന്ന ശിക്ഷയുടെ, ആ 6 പ്രതികൾക്ക് ലഭ്യമാകുന്ന ശിക്ഷയുടെ അനുബന്ധമായിട്ടായിരിക്കും ദിലീപിനുള്ളത്. ഗൂഢാലോചനയുണ്ട്, അതല്ലാതെ. അപ്പോൾ മാക്സിമം ഒരു 20 വർഷം വരെ കിട്ടാവുന്ന വകുപ്പുകൾ പ്രത്യക്ഷത്തിൽ തന്നെ ദിലീപിനെതിരെയുണ്ട്. അതിന് നൽകിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിലെ മൊഴികൾ ആണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിമൊഴികളുണ്ട്. ഒപ്പം തന്നെ വിവിധ ഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും ഒക്കെയുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതിൽ പ്രോസിക്യൂഷൻ്റെ ഹൈക്കോടതിയുടെ അടുത്ത് ഇതിൽ തെളിവുകളായിട്ട് വരിക. അതിൽ അതായത് പൾസർ സുനിക്ക് ലഭിക്കുന്ന ശിക്ഷയും അത് എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഗൂഢാലോചന ആരോപണം തെളിയുകയും വേണം. അങ്ങനെ വരുമ്പോഴാണ് ദിലീപിന് ഇത്തരത്തിൽ ഉള്ളൊരു ശിക്ഷയിലേക്ക് വരിക. ഒപ്പം തന്നെ പൾസർ സുനിക്കും സമാനമായ രീതിയിൽ ജീവപര്യന്തം വരെ കിട്ടാവുന്ന, അത് മാക്സിമമാണ്
ജീവപര്യന്തം എന്ന് പറയുന്നത് കിട്ടാവുന്ന വകുപ്പുകളാണ് ഈ പൾസർ സുനിക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾക്കെതിരെയൊക്കെ ചുമത്തിയിരിക്കുന്നത് ഈ വിധത്തിലുള്ള വകുപ്പുകൾ തന്നെയാണ്. അതിൽ ബലാത്സംഗമുണ്ട്, തട്ടിക്കൊണ്ടുപോകലുണ്ട്, ഭീഷണിപ്പെടുത്തൽ, ഒപ്പം തന്നെ ഈ IT ആക്ടിലെ 2 വകുപ്പുകൾ, അതാണ് എല്ലാവർക്കും എതിരെയുള്ളത്. ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ, മറ്റ് പ്രതികൾക്കെതിരെ തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ സംരക്ഷിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് മറ്റ് പ്രതികൾക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മാക്സിമം 20 വർഷം വരെ കിട്ടാവുന്ന, ഒപ്പം തന്നെ അതിൻ്റെ കൂടെ പിഴയുമുണ്ട്. പിഴയും ലഭ്യമാകുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് ദിലീപിനെതിരെ ഉള്ളത്. ജീവപര്യന്തം വരെ പൾസർ സുനിക്കും ലഭിക്കാവുന്ന രീതിയിലുള്ള വകുപ്പുകളാണ്. ഇതൊക്കെ മാക്സിമമാണ്. ഇതിൽ എത്രത്തോളം ഓരോ വകുപ്പിനും എത്രത്തോളം തെളിവുണ്ട് എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക. മാത്രമല്ല ഇന്ന് ആദ്യം ഉണ്ടാവുക ഈ പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നതാണ്. അതായിരിക്കും, ആ വിധിയാണ് ആദ്യം ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക. സാധാരണ കേസുകളിലൊക്കെ ശിക്ഷാവിധി മറ്റൊരു ദിവസത്തേക്ക്, കാരണം ശിക്ഷാവിധിക്ക് മുൻപ് അത് കുറയ്ക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാദങ്ങളുണ്ട്. അതിനുവേണ്ടി മറ്റൊരു ദിവസത്തേക്കാണ് ഉണ്ടാവുക. പക്ഷേ ചില കേസുകളിൽ, പ്രത്യേകിച്ച് നമ്മൾ ആലുവയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ചില കേസുകളിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ ശിക്ഷാവിധി നടക്കുന്ന ഒരു കാര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കേസിലും ഇതിൽ മറ്റൊന്നും തന്നെ ഇല്ല. ഒരു അഡ്വാൻസ് പെറ്റീഷനുണ്ട്, അത് പൾസർ സുനിയുടെ അമ്മയുടേതാണ്. പക്ഷേ അത് ഈ പൾസർ സുനിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെറ്റീഷനാണ്. അത് ഈ ശിക്ഷാവിധിയെ ബാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മറ്റ് കാര്യങ്ങൾ, തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ശിക്ഷാവിധിയും ഇന്ന് തന്നെ ഉണ്ടാവാനുള്ള സാധ്യത, അങ്ങനെയുള്ളൊരു സാധ്യത ഉണ്ട്. രാജേഷ്, അശ്വതി, ഈ കേസിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത്, ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് അസാധാരണമായ അതിജീവിതയുടെ പോരാട്ടമാണ്, നിയമ പോരാട്ടമാണ്. സുപ്രീം കോടതി വരെ 90 ഹർജികളാണ് ദിലീപ് നൽകിയത്. അതിനെയൊക്കെ നിയമ നടപടികളുമായി കയറി ഇറങ്ങി നേരിട്ടു എന്ന് തന്നെയാണ് അതിജീവിതയ്ക്ക് നേരെ നമുക്ക് പറയാൻ കഴിയുക. ആ പോരാട്ടത്തെ എങ്ങനെ നമുക്ക് ഈ സമയത്ത് കാണാൻ കഴിയും? മാത്രമല്ല, അതിലൊരു ജഡ്ജിയെ പോലും മാറ്റണമെന്ന അവകാശവാദം ഉന്നയിക്കുന്നു. 2 പ്രോസിക്യൂട്ടർമാർ മാറുന്നു. അങ്ങനെ തീരാ പോരാട്ടം നടത്തി ഒടുവിൽ വിധിയിലേക്ക് ഈ കേസിനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഓരോരുത്തർക്കും മാതൃകയാണ് ഈ അതിജീവിതയുടെ ഈ പോരാട്ടം. തീർച്ചയായും രാജേഷ്, ഇതിൽ ആദ്യം തന്നെ ഈ പരാതിപ്പെടാനും പരാതിയിൽ കൃത്യമായി മൊഴി നൽകാനും അതിജീവിത തയ്യാറായി എന്നത് തന്നെയാണ്. അത് ഏറ്റവും വേഗത്തിൽ തന്നെ ആ നടപടികളിലേക്ക് കടന്നു. മാത്രമല്ല, ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും അതിനാവശ്യമായ അന്വേഷണവുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുകയും ചെയ്തു. അതിലൊരിക്കൽ പോലും വീഴ്ച വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരമൊരു കേസായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആളായതുകൊണ്ട് തന്നെ, നടിയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ആളായതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അത് അവരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ഉള്ള ആരോപണങ്ങൾ, അവർക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്, ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറുന്നതും, ഈ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് മെമ്മറി കാർഡാണ്. ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അത് അത്തരത്തിലുള്ളൊരു കണ്ടെത്തലുണ്ടാകുന്നു. അതായത് ജുഡീഷ്യറിയെ തന്നെ മുൾമുനയിൽ നിർത്തുന്ന, അവരെ തന്നെ പ്രതിക്കുട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവ വികാസങ്ങൾ ഈ കേസിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു ഇരയുടെ മനോവീര്യത്തെ തകർക്കുന്നതാണ്. പക്ഷേ അതിനൊക്കെ അതിജീവിച്ചു സുപ്രീം കോടതി വരെ പോയി. ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ ദിലീപ് അടക്കമുള്ള പ്രതികളുടെ ഓരോ അപ്പീലുകളെയും ഓരോ പെറ്റീഷനുകളെയും അതിനെ ചോദ്യം ചെയ്തു. അങ്ങനെ വളരെ ഇതുമായി ബന്ധപ്പെട്ട് കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കാനും ആ മനോധൈര്യം കൈവിടാതെ നിൽക്കാനും സാധിച്ചു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല, ഇതിൽ രണ്ട് പ്രോസിക്യൂട്ടർമാർ ഇതിൽ നിന്ന് പിന്മാറുന്ന സ്ഥിതിയുണ്ടായി. ഒപ്പം തന്നെ ഈ ദിലീപ് ജഡ്ജിയെ പോലും ചില സമയങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന അവസ്ഥയിലുണ്ടായി. പക്ഷേ അതൊക്കെ തന്നെ കോടതിയിൽ നിയമപരമായി ചോദ്യം ചെയ്യുകയും പുറത്ത് അതിനുവേണ്ട ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും സഹകരിക്കുകയും മൊഴി നൽകുകയും അങ്ങനെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത്രയും വർഷം നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഈ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുടുംബം ഒപ്പം നിൽക്കുന്നു. അങ്ങനെ ഈ ഇത്രയും വലിയൊരു പോരാട്ടം എന്ന് പറയുന്നത് തന്നെ അവർക്ക് കയ്യടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. WCCയുടെ ഇന്നലത്തെ പോസ്റ്റിലും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇത് ഇത്രയും തൻ്റെ ഇടത്തോടു കൂടി നിൽക്കുക എന്ന് പറയുന്നതാണ് ഇതിൽ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അന്നുണ്ടായിരിക്കുന്ന ഒരു ട്രോമയിൽ നിന്ന് അവർ കരകയറുന്നു എന്ന് പറയുന്നതും ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും അതിജീവിതയുടെ വലിയ പോരാട്ടമായി തന്നെ വേണം നമുക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ട്. ഇതിൽ പോലീസുകാരടക്കം ഈ കേസിലുണ്ട്. ഈ പ്രതികളായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അത് പൾസർ സുനിയെയും ഒക്കെ ജയിലിൽ സഹായിച്ച ആളുകളുണ്ട്. അപ്പോൾ അത്ര വലിയ സഹായം നിയമപാലകരുടെ കയ്യിൽ നിന്ന് തന്നെ പ്രതികൾക്ക് ലഭ്യമായിട്ടുള്ള ഒരു കേസാണ്. അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ നടി ഇപ്പോൾ ഈ അന്തിമ വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ വിധി ഉണ്ടാകും. ആദ്യം ഈ പ്രതികൾ കുറ്റക്കാരാണോ എന്ന് കണ്ടെത്തുന്നത്. ഇവിടെ വലിയ പോലീസ് സന്നാഹമാണ് ഈ കോടതി പരിസരത്ത് മുഴുവൻ ഉള്ളത്. കാരണം എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. 10 പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകും. അതുകൊണ്ട് തന്നെ ദിലീപ് അടക്കം വരുന്നത് കൊണ്ട് തന്നെ നിരവധി ആളുകൾ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ള കൂക്കുവിളികൾ ഇതിനു മുമ്പ് നമ്മൾ കോടതി പരിസരത്ത് കണ്ടതാണ്. അതിനൊക്കെയുള്ളൊരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പോലീസിൻ്റെ വലിയ സന്നാഹം തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജേഷ്, ശരി, തീർച്ചയായിട്ടും വളരെ വിശദമായ റിപ്പോർട്ടാണ് അശ്വതി കോടതി പരിസരത്ത് നിന്ന് നമ്മോടൊപ്പം പങ്കുവച്ചത്.